അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വ്യത്യസ്തമായ രീതിയിൽ ഒരു എഗ് റോൾ ഉണ്ടാക്കലാണ് നമ്മുടെ പരിപാടി. നമ്മളൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് എഗ് റോൾ ഉണ്ടാക്കുന്നത്. ഇതിൽ കുറേ സിലിണ്ടർ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് നല്ല അടിപൊളി എഗ് റോൾ ഉണ്ടാക്കി എടുക്കാം അല്ലേ. എഗ് റോളിൻ്റെ കുറ്റികളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അതിന് നമുക്ക് കഴുകിയിട്ട് ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് തുറന്നിട്ട് അടുപ്പ് കത്തിക്കും. ഇതിനുള്ളിൽ കൊണ്ടിടുക. പിടിച്ചിട്ടുണ്ട്. ഇത് വളരെ ലൈറ്റായിട്ട് കത്തുന്നത് കാണുന്നുണ്ട്. ഇനി ഓരോന്ന് നമുക്ക് ഓണാക്കി വെച്ചാൽ താനെ പിടിക്കും തീ. ഇതിൽ 10 സിലിണ്ടറാണ് വരുന്നത്. അപ്പോൾ 5 അടുപ്പ് നമുക്ക് ഓണാക്കണം. എല്ലാം തീ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ലൈറ്റായിട്ടുള്ള ചൂട് മൂലം നമ്മുടെ സിലിണ്ടർ ചൂടാവും. ഇതുണ്ടാ നമ്മുടെ സിലിണ്ടറിനുള്ളിൽ കുറച്ച് വെള്ളമുള്ളതൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. മുകളിൽ ചൂട് ഇപ്പോൾ തന്നെ വരാൻ തുടങ്ങി. നമുക്കിനി മുട്ട കലക്കിയെടുക്കാം. ഓക്കെ, മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് കുറേശ്ശെ കലക്കെടുക്കാം. മതി. കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് തക്കാളി, പാകത്തിന് ഉപ്പ്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് കുറച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി സാധനമായിരുന്നു. നമുക്ക് നമ്മുടെ എന്ത് ചൂടില്ലേ. ഇത് നമ്മൾ വെയിറ്റ് ചെയ്താൽ ഇതിങ്ങനെ പൊന്തി വരും സാധനം. സംഗതി വന്നുകൊണ്ടിരിക്കുന്നുണ്ടാ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോന്നായിട്ട് പൊങ്ങി വരും. നമുക്ക് ലേശം പിടിച്ചിട്ട് പൊക്കുക. ഒരു സൈഡ് കൂടെ വേവാനുണ്ട്. തിരിക്കുക. ഇതിൻ്റെ ബാറ്ററി കൂടെ കോല് കുത്തുക. അതിനങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിടുക. അതൊക്കെ വന്ന് ശരിക്കേ ഇവിടെ ഈ പുറം കണ്ടാൽ തന്നെ അറിയാം. അതൊന്നും കൊടുക്കുക. തിരിക്കുക.
പോലും അല്ല വന്നിങ്ങനെ പുറത്ത് വരും. ഇതിപ്പോൾ ശരിക്കും ഫുള്ളായിട്ട് വന്നു ഈ സാധനം വന്നുകൊണ്ടിരിക്കണം. കറക്റ്റേ ഇത് റോക്കറ്റ് വരുമ്പോൾ വന്നല്ലേ, ഭയങ്കര ഫാസ്റ്റാണ് സിങ്ക. ഇത് നമ്മുടെ വെന്തു നല്ല അടിപൊളി എഗ് റോളേണ്ട വെന്തത് പെട്ടെന്ന് റിലീസാണ്. അടിപൊളി. ഓ അതായില്ലേ, അടിപൊളി. അപ്പോൾ അടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ. പൊളിയാണല്ലേ. സാധനം ഇതെടുത്ത് നമുക്ക് മറിച്ചതല്ലേ. ഇനി അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അത് വെന്ത് വന്നിട്ടാ സംഗതി ആയി അല്ലേ. റെഡി. അതും വന്നു അല്ലേ. അടിപൊളി. അടുത്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് മതി അല്ലേ. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി റെഡിയാക്കി എടുക്കാം. എന്താ കഴിച്ചോളെ. അമ്പടൂലല്ലേ. ജിത്തു എങ്ങനെയുണ്ട് സംഭവം? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാ സംഭവം. നമ്മുടെ ഒരു വെറൈറ്റി പരീക്ഷണമാട്ടാ. ഇതൊരു സാധനം നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മളതിന് വാങ്ങിട്ട് വന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെ ശരിക്കും രതീഷ? അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിൽ കുറേ നമ്മൾ ബ്രെഡ്, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടതാണ്. ഇത് പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ വെറും മുട്ട മാത്രം ഇട്ടാലും ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരും. വളരെ പെട്ടെന്നാണല്ലേ. ഒരു എന്താ പറയുക, ഒരു ഇട്ടൊരു 2 സെക്കൻഡ് കഴിഞ്ഞും സൈൻ മോളിൽ പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ ഇതിന് കുറേ മുട്ടയുണ്ട് കേട്ടോ. മുട്ടയൊക്കെ നമ്മൾ ഇനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ഇനിയും കുറേ സുഹൃത്തുക്കളുണ്ട് അവർക്കും കൊടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്ക് കൂടി അറിയാൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഴിച്ചോളേ. നമുക്ക് ഇനി ഇരുന്നുണ്ടാക്കാം സാധനം കേട്ടോ. കഴിച്ചോളെ.